മൂന്നര പതിറ്റാണ്ടിലേറെ കാലം CPM-ന്റെ സജീവ പ്രവർത്തകയായിരുന്ന ഒരു വനിത 12 വർഷത്തിലേറെ കാലമാണ് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നത്. ഈ ആനി അശോകൻ ഇപ്പോൾ കഴക്കൂട്ടത്തെ ഒരു CPM-ന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രാദേശിക നേതാവാണ് ആനി അശോകൻ. ഇത്രയും കാലം CPM-വുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ആനി അശോകൻ സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ ചെമ്പഴന്തി വാർഡിൽ സ്വതന്ത്രയായി CPM വിട്ട് സ്വതന്ത്രയായി മത്സരിക്കുകയാണ്. ജില്ലാ നേതാവായിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പിനെ തുടർന്നാണ് ആനി അശോകൻ പാർട്ടി വിട്ട് സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ആനി അശോകനെ തള്ളിപ്പറഞ്ഞാണ് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ആനി അശോകനോട് തന്നെ നമുക്ക് ചോദിക്കാം, എത്ര കാലമായി ചേച്ചി CPM-വുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? അതിൻ്റെ മൂന്നര പതിറ്റാണ്ടായിട്ട് ഞാൻ CPM-ന്റെ സജീവ പ്രവർത്തകയാണ്. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ 12 വർഷം പ്രവർത്തിച്ചു. പിന്നെ അതേപോലെ വർഗ ബഹുജന സംഘടന, കർഷക തൊഴിലാളി, പിന്നെ മകള അസോസിയേഷൻ, DYFI, അങ്ങനെ പാർട്ടിയുടെ എല്ലാ മേഖലകളിൽ ഈ 30-35 വർഷക്കാലമായിട്ട് ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകയാണ്. ഞാൻ ശ്രീ കടകംപള്ളിയുടെ വാർത്താ സമ്മേളനമൊക്കെ കേട്ട് അധികാരമോഹം കൊണ്ടാണ് ഞാൻ ശരിക്കും അധികാരമോഹം കൊണ്ടല്ല, എന്നോടുള്ള അവഗണന, ഒരു അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്നും വളർന്നു വന്ന ഒരു സ്ത്രീ ആയിട്ടുള്ള എന്നോട് കാണിക്കുന്ന അതിക്രൂരവും പൈശാചികവുമായിട്ടുള്ള അവഗണനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തെ കണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പാർട്ടി സ്നേഹി ആയതുകൊണ്ടും പാർട്ടിയിൽ വിശ്വാസമുള്ളതുകൊണ്ടും ഈ സ്റ്റേറ്റിനെ നയിക്കുന്ന ഒരു നല്ല ഭരണം കാഴ്ചവെക്കുന്ന നമ്മുടെ ബഹുമാനായിട്ട് മുഖ്യമന്ത്രിയോടുള്ള അതിരറ്റ ബഹുമാനം, അതേപോലെ തന്നെ ഇവിടുത്തെ CPM നേതൃത്വത്തോടും ഞാൻ നെഞ്ചിലേറ്റ പാർട്ടി ആയതുകൊണ്ട് ഇന്നലെ വരെ ഇന്നും ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടി നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇത്ര കപട മുഖം നിറഞ്ഞ കാപഠ്യം നിറഞ്ഞ ഇത്തരത്തിലുള്ള എന്നോടുള്ള ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും കാണിക്കാതെ എന്നെ അധികാരമോഹിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള CPM-ന്റെ കുപ്പായമണിഞ്ഞ തനി BJP-കാരനാണ് അയാൾ. അവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള പിന്നെ ചെമ്പഴന്തി ഇപ്പോഴത്തെ നിലവിലെ കൗൺസിലറായിട്ടുള്ള ഉദയനുമായിട്ട് അയാൾക്ക് പിന്നെ വോട്ട് കച്ചവടം, BJP-ആയിട്ട് വോട്ട് ഡീലും, അതുമാത്രമല്ല അയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ട്, ഇല്ലീഗലായിട്ടുള്ള ഒട്ടനവധി ബന്ധങ്ങൾ ഇയാൾക്കുണ്ട്. ഇയാളാണ് യഥാർത്ഥ അധികാരമോഹി. അധികാരത്തിലിരുന്നു കൊണ്ട് എല്ലാ സുഖഭോഗങ്ങളും കുടുംബപരമായിട്ടും അതേപോലെ വ്യക്തിപരമായിട്ടും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനായിട്ട് പണിയെടുക്കുന്ന പിണിയാളന്മാരുടെ സേവകർക്ക് നിരന്തര സീറ്റ് കൊടുക്കുന്നു. അദ്ദേഹം ഞാൻ ഇന്നലെ ഈ ചാനലുകൾക്ക് ഇത് ബൈറ്റ് കൊടുക്കുമ്പോഴും ഒരു ആളുടെ പേരും ഞാൻ പരാമർശിച്ചില്ല, ഞാൻ ഒരു സീറ്റും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നെ നിരന്തരം നിഷേധിക്കുന്നതുകൊണ്ട് ആ കമ്മിറ്റിയിൽ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു വാർഡ് ഞാൻ ഫെസിഫ് ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. അതേപോലെ ഇപ്പം സ്വീകാര്യത്തെ അദ്ദേഹം പൊക്കി പറഞ്ഞ ആ ഒരു ലേഡി, അവർ ഈ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി ഇവിടെ വന്ന അവരാണ്. അവർ ഇപ്പോൾ തുടരെ പിന്നെ 5 ടേൺ മത്സരിച്ചു. ഇത് 6ാമത്തെ ടേൺ. കഴിഞ്ഞ പ്രാവശ്യം അവർ തോറ്റ്. ഇപ്രാവശ്യം അവിടുത്തെ വാർഡ് കമ്മിറ്റി ഇവരെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും ഇയാളുടെ നിർബന്ധപ്രകാരം ഇയാൾ ഇവിടെ CPM-ന്റെ പാർട്ടി സമ്മേളനത്തിൽ സ്വീകാര്യത്ത് ഗ്രൂപ്പ് പിടിച്ച അവരുമായിട്ട് ചേർന്ന് ഇയാൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന എല്ലാവിധമായ സുഖ സൗകര്യങ്ങൾക്കും പിന്നെ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള രമേശനും. ആ രമേശൻ്റെ വാർഡിലെ കാര്യം അതേപോലെ ഈ സ്റ്റാൻലി ഡിക്രൂസ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഷീല ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ കാട്ടായിക്കുണത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കണം അവരാണ്. അവർ പഞ്ചായത്ത് പ്രസിഡന്റ്, കൗൺസിലർ, പിന്നെ അതേപോലെ CDS ചെയർപേഴ്സൺ, അതേപോലെ ബോർഡുകളുടെ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ്. അപ്പോൾ ഇവർക്ക് മാത്രം മതിയോ? ഈ പ്രസ്ഥാനത്തിന് അധികാരമല്ലല്ലോ. ഈ പാർട്ടിയുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഒരു ബേസ് ഉണ്ടാവണം. പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനയുടെ വളർച്ചയ്ക്കാണ് പാർട്ടി പ്രാധാന്യം കൊടുക്കുന്നത്. അധികാരം രണ്ടാമതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് അധികാരത്തിന് വേണ്ടിയിട്ട് BJP-യുമായിട്ട് വോട്ട് കച്ചവടം നടത്തിയ റിപ്പോർട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ചെമ്പഴന്തിയിൽ കഴിഞ്ഞ പ്രാവശ്യം BJP കൊണ്ടുപോയി, ചെല്ലമംഗലം BJP കൊണ്ടുപോയി, അതേപോലെ പൗടിക്കുളം BJP കൊണ്ടുപോയി. അവിടെയൊക്കെ പറയാൻ കാര്യം എന്താണ്? അവിടെയെല്ലാം അവിടുത്തെ സഖാക്കൾ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ആൾക്കാർ, ആശയവിനിമയം നടത്തി പാർട്ടി വർക്ക് ചെയ്യുന്ന എല്ലാ സഖാക്കളും പറഞ്ഞതാണ് ഈ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇയാളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇത് ചെയ്തത്. ഇപ്പം നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പം ഇവിടുത്തെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം മന്ത്രിയായിരിക്കും, MLA ആയിരിക്കുമ്പോഴും ഏതെല്ലാം കേസുകളിൽ, ഞാൻ പറയണില്ല, നിങ്ങൾക്ക് എല്ലാം അറിയുന്നില്ല ഏതെല്ലാം കേസുകളിലെ പ്രതിയാണ് അയാൾ.
ഒരു നല്ലൊരു MLA നല്ലൊരു കാര്യം ചെയ്തു. പക്ഷേ അയാൾ എന്തുകൊണ്ട് കഴക്കൂട്ടത്ത് മത്സരിക്കാൻ വേണ്ടി പാർട്ടി പിന്നെ സീറ്റ് കൊടുക്കുമെന്ന് വെച്ചാൽ അയാളും BJPയും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗം അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. RSSകാരും BJPക്കാരും കോൺഗ്രസ്സുകാരും അയാൾക്ക് സീറ്റും വോട്ട് കൊടുക്കും. അതേപോലെ ചെമ്പഴന്തി സർവീസ് സഹകരണ മേഖലയിൽ അയാൾ പിന്നെ ദേവസ്വം സഹകരണ മന്ത്രിയായിരിക്കുമ്പോൾ എത്ര നിയമനങ്ങൾ നടത്തി. അതിൻ്റെ എല്ലാം കമ്മീഷൻ പറ്റുന്ന ആളല്ലേ അത്. ഇത്രയും വർക്ക് കൊടുത്തിട്ടെല്ലാം കമ്മീഷൻ പറ്റുന്ന ആളല്ലേ ഇയാൾ. ഇതെല്ലാം പാർട്ടിക്കാരനൂടെ. പക്ഷെ ഞാൻ പറയാതിരുന്നത് എൻ്റെ പാർട്ടിയോടുള്ള എൻ്റെ കൂറ് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എൻ്റെ പാർട്ടിയോടെ കൂടെ. പക്ഷേ ഒരു സ്ത്രീ ആയിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് വന്ന എന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഞാൻ അത് കേട്ടു, ലൈവായിട്ട് ഞാൻ കേട്ടു. അതിൽ മനംനൊന്താണ് ഞാൻ സംസാരിക്കുന്നത്. അത്രയ്ക്ക് വേദനയുണ്ട്. അപ്പോൾ ഇതിൽ നിൽക്കുന്ന എല്ലാ സഖാക്കളും മനസ്സിലാക്കാനുള്ളത് ഇവനെ പോലുള്ള അധികാരമോഹികൾക്ക്, അതേപോലെ കടകംപള്ളി സുരേന്ദ്രൻ്റെ മക്കൾക്ക് എല്ലായിടത്തും ജോലി, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മരുമകളുടെ അച്ഛനായിട്ടുള്ള ശ്രീകുമാറിന് എന്താണ് മേയർ സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഓരോ അയാളെ ഈ MLA സ്ഥാനം ഉപയോഗിച്ച് എല്ലാവർക്കും അവർക്കെല്ലാം ജോലി കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം മനം നൊന്ത് നിൽക്കുന്ന ഒരുപാട് സഖാക്കൾ നമ്മളെ പാർട്ടിക്കകത്തുണ്ട്. അതൊക്കെ ഗ്രാസ് റൂട്ട്. ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇയാൾ വലിയ വിശുദ്ധനായിട്ട് പറയുമ്പോഴത്തേക്കും പാർട്ടി മനസ്സിലാക്കേണ്ടത് അധികാരത്തിന് വേണ്ടിയിട്ട്, അധികാരം ഉപയോഗിച്ച് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി. ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയുന്നു, CPMൻ്റെ ഉടുപ്പിട്ട BJPക്കാരനാണ് ഇയാൾ, RSSകാരനാണ് ഇയാൾ. അതാണ് അയാളുടെ പ്രവർത്തനം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പാർട്ടി സഖാക്കൾ വേണ്ടെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥികളെ ഇയാൾ കൊണ്ട് നിർത്തിയത്. അതേപോലെ തന്നെ അവിടുത്തെ വാർഡ് സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സർവീസ് സംഘടനയിൽ നിന്ന് വന്ന ആളാണ്. ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ സംഘടനാ പാഠവും പോലും ഇല്ലാത്ത ഒരാളാണ്. അപ്പം 12 വർഷത്തെ പാർട്ടി പാരമ്പര്യമുള്ള എനിക്ക് ഇയാൾ പറയുന്ന പൊട്ടത്തരങ്ങളും ഇയാൾ ആജ്ഞാനുവർത്തിയായിട്ട് നിൽക്കാൻ നമുക്ക് പറ്റും. നമുക്ക് അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു സഖാവാണ് അയാൾ. അപ്പോൾ ഇതെല്ലാം ഈ അവിടുത്തെ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റികളെല്ലാം നിയന്ത്രിക്കുന്നത് കടകംപള്ളിയാണ്. അവിടെ സമ്മേളനം നടക്കുമ്പോഴത്തേക്ക് തന്നെ അത് രാവിലെ വന്ന് അവിടെ ഇരുന്നപ്പോൾ ആരെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്, ആരെയാണ് സെക്രട്ടറി ആക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന താഴെ പ്രവർത്തിക്കുന്ന സഖാക്കളെല്ലാം മാനസികമായി തകർക്കുന്ന ഒരാളാണ് ഇയാൾ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇന്നലെ ഇവിടെ എല്ലാ ചാനലുകൾക്കും അയച്ചു കൊടുക്കുമ്പോഴും എൻ്റെ പാർട്ടിയെക്കുറിച്ചോ ഇയാളെ വ്യക്തിപരമായിട്ട് ഞാൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയണമായിട്ട് ഞാൻ എന്തെന്ന് ഓരോ പ്രാവശ്യം പാർട്ടിയിൽ നിന്ന് പോവും പിന്നെ വരുമെന്നും. ഞാൻ ഇന്ന് വരെ ഞാൻ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ല. പറയട്ടെ, പാർട്ടി തെളിയിക്കട്ടെ ഞാൻ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയിട്ടുണ്ടെന്ന്. ഞാൻ 2014 നടന്ന ഇലക്ഷൻ സമയത്ത് ഞാൻ അവിടുത്തെ അണിയൂരിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അതും ഇതേപോലെ അന്ന് ഷീലയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഈ സ്റ്റാൻലി ഡിക്രൂസ് എന്ന് പറയുന്ന അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ അയാൾ എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു കൃഷ്ണ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് ആനി അശോകൻ ഇവിടുന്ന് മത്സരിച്ചാൽ തോറ്റുപോകും, അവർക്ക് കൊടുക്കണ്ടെന്ന് ആ ടീച്ചറാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത്രയും മോശപ്പെട്ട രാഷ്ട്രീയ ചതി കളിക്കുന്ന എന്നെപ്പോലെയുള്ള സഖാക്കളെ, ഇതേപോലെ അടിസ്ഥാന ജനവിഭാഗത്തിൽ വളർന്നു വരുന്ന സ്ത്രീകളെയും സഖാക്കളെയും വളരെ അനുവദിക്കാത്ത അധികാരമോഹിയായിട്ടുള്ള വോട്ട് കച്ചവടം നടത്തുന്ന BJP RSS കോൺഗ്രസുമായിട്ട് ഡീൽ നടത്തുന്ന ആളാണ് കടകംപള്ളി. അത് എല്ലാവർക്കും അവിടുത്തെ കുഞ്ഞു കുട്ടികളടക്കമുള്ളവർക്ക് സ്പഷ്ടമായിട്ടുള്ള സത്യമാണ്. അത് അയാൾ ഒളിച്ചിട്ടൊരു കാര്യമല്ല. അയാൾക്ക് ഇതിൻ്റെ അപ്പുറം അഭിനയിക്കാനറിയാം. നിങ്ങൾ നോക്കൂ, അയാളെക്കുറിച്ച് ഏതെങ്കിലും ഒരു നല്ല കാര്യം വന്നിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്. അയാൾ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ MLA ആയിരിക്കുമ്പോഴും ആ തുടക്കം മുതൽ ഇതുവരെയും. അപ്പോൾ എന്നെപ്പോലുള്ള സഖാക്കളെ താറടിച്ച് കാണിക്കാനുള്ള CPMൻ്റെ യാതൊരു കോളില്ല. അയാൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതേപോലെ പാർട്ടിയുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഒരു നേതാവെന്ന നിലയിൽ ഇന്ന് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റിയിൽ ഉദയഗിരി ബ്രാഞ്ചിൽ ബിബിന ഗോപാൽ എന്ന് പറഞ്ഞ അയാളാണ് അവിടെ ആർക്ക് സീറ്റ് കൊടുക്കണമെന്ന് തിരിക്കാണ് ഇയാളുമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് അവിടെ നാട്ടിൽ ആർക്കെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ കത്ത് കൊടുക്കണമെങ്കിൽ ഇവള് പറയണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ചേച്ചി പറയാത്തത് എനിക്ക് ചേച്ചിയുടെ കാര്യം ഞാൻ കടസൂൻ്റെ പറയില്ലായിരുന്നാണ്. മനസ്സിലായി. എനിക്ക് തൊലി പൊളിയുന്നുണ്ട്. എനിക്ക് വളരെ ഞാൻ മാനസികമായിട്ട് എനിക്ക് ഇത് കേട്ടപ്പം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കേട്ടപ്പോഴുള്ള ആ ഒരു മാനസിക വിഷമത്തിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഞാൻ കള്ളം പറയണമല്ല, ഇതെല്ലാം നഗ്നമായ സത്യങ്ങളാണ്. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു പാർട്ടി സഖാവായിട്ടുള്ള എനിക്ക് മത്സരിക്കണമെന്ന് പറയുന്നത് ഇത്ര ആക്ഷേപമുണ്ട്. ഞാൻ ഈ വാർഡുകൾ ഇദ്ദേഹം പറഞ്ഞ ഞാൻ SC ആയതുകൊണ്ടാണ് ഇദ്ദേഹം ഈ പേരുകളൊക്കെ പറഞ്ഞത്. SC വാർഡാണ് പാങ്ങപ്പാറ, കുളത്തൂർ SC വാർഡാണ്, കാട്ടായക്കുളം SC വാർഡാണ്. പക്ഷെ അവിടെ എല്ലാം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അപ്പം എന്നെ ജാതീയമായിട്ട് അധിക്ഷേപിക്കലാണ്.
ജാതീയമായിട്ട് എന്നെ അധിക്ഷേപിക്കലാണ്. എനിക്ക് ഒരു ജനറൽ വാർഡിൽ എന്നെ മത്സരിപ്പിക്കാൻ കൊള്ളില്ല, എനിക്ക് അതെങ്കിലും തരാൻ വേണ്ടി ഞാൻ കേണ് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സംഭാഷണം വെച്ച്. ഇത്രയും തരം തരത്തിൽ ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിട്ടുള്ളൊരു സഖാവ് സംസാരിക്കാൻ പാടുണ്ടോ? ഞാൻ ആരാണെന്ന് അയ്യക്കറിയില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും 24 മണിക്കൂർ ഈ പാർട്ടിയുടെ കൊടിയും പിടിച്ച് അവിടെ മെമ്പർഷിപ്പ് ചേർക്കാനും ഫണ്ട് പിരിക്കാനും പണം പിരിക്കാനും ഈ നിമിഷവും ഞാൻ ചെമ്പഴന്തി വാർഡിൻ്റെ എന്നെ പുറത്താക്കിയെന്ന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. പുറത്താക്കുമ്പോൾ പോലും ഞാൻ അവിടുത്തെ പാർട്ടിയുടെ പിന്നെ ചെമ്പഴന്തി വാർഡിൽ 2 നമ്പർ ബൂത്തിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ അവിടെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പിന്നെ സംസാരിച്ചവളാണ്, ജാഥയെ പങ്കെടുത്തവളാണ് ഞാൻ. അപ്പോൾ അത്രയ്ക്ക് മോശപ്പെട്ട ഒരാളാണെന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സമീപം. തീർച്ചയായിട്ടും ഇത്രയും ഈ പാർട്ടി അടിയന്തരമായിട്ട് പാർട്ടിക്ക് ഈ പ്രസ്ഥാനത്തോട് കൂറുണ്ടെങ്കിൽ ഇത്തരം അധികാരമോഹിയായിട്ടുള്ള ഈ അധികാരം ഉപയോഗിച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്ന ഇദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ മാറ്റി മൂലയിരുത്തേണ്ട സമയം കഴിഞ്ഞ്. ഇദ്ദേഹത്തിൻ്റെ പിണിയാളന്മാരാണ് ഇവിടെ ചാനലിലെല്ലാം എന്നെക്കുറിച്ച് മോശം വർത്തമാനം പറയും. എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാരുണ്ട്, എൻ്റെ സഖാക്കളുണ്ട്, ഞാൻ ആരാണെന്ന്. ഞാൻ ഒരു അധികാരമോഹം ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെക്കുറിച്ച് അയാൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്. അയാൾ എന്നെക്കുറിച്ച് പറഞ്ഞതല്ല പച്ചക്കള്ളം. എനിക്ക് വളരെ വേദനയോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പം അവിടെ പുതിയ വാർഡ് രൂപീകരിക്കുമ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ 7 വാർഡുകൾ വന്നു. സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഒരു പാർട്ടി സഖാവല്ലേ, ഞാൻ ഒരു മനുഷ്യയല്ലേ, എനിക്ക് ആഗ്രഹങ്ങളില്ല, എനിക്ക് പറഞ്ഞൂടെ? അത് ഞാൻ വെളിയിൽ പറഞ്ഞില്ലല്ലോ, ചാനലിൻ്റെ മുമ്പ് പറഞ്ഞില്ലല്ലോ. ഇദ്ദേഹം പങ്കെടുക്കുന്ന കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു ഇത്ര വർഷമായിട്ട് എന്നെ മാറ്റി നിർത്തപ്പെടുകയാണ്, പല കമ്മിറ്റിയിൽ എന്നെ മാറ്റി നിർത്തപ്പെടുകയാണ്. ഈ അവസരത്തിൽ എന്നെ പരിഗണിക്കണമെന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. ചെമ്പഴന്തിയിൽ എന്നെ പരിഗണിക്കണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒരിടത്തും ഞാൻ പറഞ്ഞില്ല. അത് ഈ കമ്മിറ്റിയിൽ പറയാൻ ഞാൻ എവിടെ പോയി പറയും? ഇതിൻ്റെ നേതാക്കന്മാർ പറയട്ടെ. ഞാൻ എന്തായാലും പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹമല്ലല്ലോ പാർട്ടി. അദ്ദേഹം ഒരു പാർട്ടിയല്ല. ഈ പാർട്ടിയുടെ വളർച്ചയിൽ അതിൻ്റെ മണ്ടയിൽ കയറി അടയിരുന്ന് അതിൻ്റെ അധികാരത്തെ ഊറ്റിക്കുടിക്കുന്ന ഒരു കൊളയട്ടയാണ് ഇയാൾ. അധികാരത്തിന് പാർട്ടിയുടെ വളർച്ചയിൽ അതിൻ്റെ മേളിൽ കയറി ഇരുന്ന് പാർട്ടി സഖാക്കളുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന കൊളയട്ടയാണ് അയാൾ. മനസ്സിലായില്ലേ? അല്ലാതെ അയാൾ പാർട്ടി സഖാവേ അല്ല. ചേച്ചിയോട് ഇത്രയും വൈരാഗ്യം അല്ലെ വിരോധം തോന്നാൻ കാര്യം എന്താ? എനിക്കറിയില്ല, എനിക്കറിയത്തതേ ഇല്ല. അത് എന്താണ് ജാതി? അദ്ദേഹം എത്ര സ്ഥലത്ത് പറഞ്ഞു. അദ്ദേഹം പ്രസ് ചെയ്ത് പറഞ്ഞ എല്ലാ വാർഡുകളും SC വാർഡാണ്. അപ്പം ഞാൻ SC ആണ്. SCയിലുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MLAക്ക് തൊട്ട് താഴെ വരുന്ന സ്ഥാനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അത്രത്തോളം വളരാൻ പാടില്ല. അപ്പോൾ ഇത്രത്തോളം ഞാൻ പാർട്ടി ലീഡർഷിപ്പിൽ വരാൻ പാടില്ല. എന്താ വെച്ചാൽ ഞാൻ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിയാണ് എനിക്ക് പാർട്ടി ക്ലാസ് തരുന്നത്. ഒരു പാർട്ടി പ്രവർത്തകൻ എങ്ങനെയായിരിക്കും എന്ന് പറയണത് പാർട്ടിയാണ്. അത് പഠിച്ചു വന്ന ഒരു കേഡർ എന്ന നിലയിൽ എനിക്ക് ഇവരുടെ മുമ്പിൽ സംസാരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഷീല എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കനകംപള്ളിക്ക് ഒത്താശ ചെയ്യുന്ന ആൾക്കാരുടെ നോമിനി അത് അവിടുത്തെ വാർഡ് കമ്മിറ്റി തള്ളിയപ്പോഴത്തേക്ക് വീണ്ടും അദ്ദേഹം വേറെ വഴിക്ക് വളഞ്ഞ് ഇവളെ വീണ്ടും കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ്. തോറ്റ സ്ഥാനാർത്ഥി അവളെ വേണ്ടാന്ന് അവിടുത്തെ സഖാക്കൾ പറഞ്ഞതാണ്. വീണ്ടും അവളിങ്ങനെ മത്സരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിലിപ്പോൾ ഈ കടകംപള്ളിക്കെതിരെ ഒത്തിരി ആരോപണം ചേച്ചി പറഞ്ഞല്ലോ. ഈ സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട് പോലും പുള്ളിയുടെ പേര് കേട്ട് വരുന്നത്. പുള്ളി ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു സാധാരണ പ്രവർത്തകയാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ വർഗബഹുജന സംഘടനകളുടെ മേളിലൊക്കെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്കറിയില്ല. ഈ വാർത്തയിലൊക്കെ വന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഈ അല്ലാത്ത കാര്യങ്ങൾ അവിടെ ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ അവിടുത്തെ BJPക്കാരനുമായിട്ടും അവിടുത്തെ കോൺഗ്രസ്സുകാരനുമായിട്ടും നടത്തുന്ന ഡീല് എല്ലാം സ്പഷ്ടമാണ്. മനസ്സിലായി? ബാക്കി കാര്യം എനിക്കില്ല. അയാൾ അതിനും അതിൻ്റെ അപ്പുറവും കഴിയും. എന്തെല്ലാം പേര് അയാൾക്ക് വലിയ കയറ്റിട്ടുണ്ട്. ഈ പാർട്ടി എന്തിനാണ് ഇയാൾ ചുമന്നുകൊണ്ടിരിക്കുന്നത്? അധികാരത്തിന് വേണ്ടിയാണെങ്കിൽ ഓക്കെ, സമ്മതിച്ച്. അല്ലാതെ എന്നെ പോലുള്ള സഖാക്കളെ താറടിച്ച് കാണിക്കാനും ഒരു സ്ത്രീയെ അപകേളിക്കാനും അല്ലേ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്? അദ്ദേഹം എന്താ പറഞ്ഞത്? അതിൽ നിന്നൊക്കെ തന്നെ നല്ല കമ്മീഷൻ ഇയാൾ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ പകൽ പോലെ വെളിച്ചായിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ ഇയാൾക്ക് ഒരുപാട് ഇത്രയും വർഷത്തെ ഇതൊക്കെ കൊണ്ട് അയാൾ നല്ല ഗുണ്ടാ ബന്ധമൊക്കെ ഉള്ള ആളുടെ ഇപ്പം ചിലപ്പോൾ ഞാൻ നാളെ ചെറിയ സ്കൂട്ടിയിലാണ് പോകുന്നത്. വേണമെങ്കിൽ ആൾക്കാർ വേണമെങ്കിൽ എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാനും അയാൾ മടിക്കില്ല. ഇത്രയും വിരോധം വെക്കുന്നതുകൊണ്ടാണല്ലോ അയാൾ സംസാരിക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ടോ? അയാൾ സ്ത്രീകളോടൊക്കെ വലിയ ഇതാന്നൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് അധികാരം കിട്ടുക, അത്രയേ ഉള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ പാർട്ടി കൊണ്ട് നന്ന രക്ഷപ്പെട്ട് അദ്ദേഹം വന്ന വഴി മറക്കരുത്. അയാൾ ആരായിരുന്നു? അതൊക്കെ ഇവിടെ ചരിത്രമാണ്. ചരിത്രമാണ്. ഒരു ചെറിയ സ്കൂട്ടി പോയ അയാൾ ഇന്ന് അമ്പരചുംബികളായിട്ടുള്ള വീടൊക്കെ വെച്ച് ഇത്രയും വിലസി നടക്കാൻ ആരായ ശക്തി ഈ പാർട്ടിയാണ്.
എന്നെപ്പോലുള്ള പാർട്ടി സഖാക്കൾ ഈ പാർട്ടി ഉണ്ടാക്കിയ രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് ഉണ്ടാക്കിയ പാർട്ടിയുടെ മേളിൽ കയറിയിരുന്നാണ് ഇദ്ദേഹം അധികാരത്തിൻ്റെ പവർ കാണിച്ച് ഇതേപോലെയുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ച് എന്നെപ്പോലുള്ള സഖാക്കൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇതിൽ നിൽക്കുന്ന ഓരോ വനിതാ സഖാക്കളും ഓരോ പുരുഷന്മാരും ഓരോ പട്ടികജാതിക്കാരായിട്ടുള്ള ആൾക്കാരും ഇത് മനസ്സിലാക്കണം. പാർട്ടി വിട്ടാൻ തീരുമാനിച്ചു, സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചു. പാർട്ടിയിൽ എന്നെ പുറത്താക്കിയെന്ന് എനിക്ക് അറിയിപ്പൊന്നും കിട്ടിയില്ല. അല്ലെ, സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് പുറത്തു പോകും. മനസ്സിലായില്ല, ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചിരുന്നത്. അധികാരമൂത്തല്ല, അവഗണന. ഒരു അവഗണന, നമുക്ക് അവഗണിക്കപ്പെടുന്നവനെ അവഗണനയുടെ വിഷമം അറിയുമല്ലോ. അവഗണന എന്നൊരു വാക്കിന് അവഗണനയില്ല, പക്ഷെ അവഗണിക്കപ്പെടുമ്പോഴെന്നുള്ള അവസ്ഥയുണ്ടല്ലോ. അവഗണിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. അവഗണന വളരെ ചെറുതിൽ നന്നായിട്ട് അനുഭവിച്ചതാണ് ഞാൻ. മനസ്സിലായ? അപ്പോൾ ഇയാളെ പോലുള്ള ആൾക്കാരുടെ അവഗണന നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ വാർത്താ സമ്മേളനം കേട്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ കടുത്ത ആരോപണവും വിമർശനവും ഒക്കെ തന്നെയാണ്. ഒരു സ്ത്രീ എന്ന പരിഗണന, അതിനപ്പുറത്തേക്ക് ജാതി അധിക്ഷേപമൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മന്ത്രിയായിരിക്കുന്ന ഇപ്പോൾ MLA ആയിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെയാണ് ശ്രീമതി ആനി അശോകൻ പറയുന്നത്.